സോ ഞാനിത് ഈ വീഡിയോയിൽ കാണിക്കുന്നത് നിങ്ങൾക്ക് കാൽക്കുലേറ്റർ ഉപയോഗിച്ച് എങ്ങനെയാണ് ഈ മില്ലി മൈക്രോ ഇതൊക്കെ യൂണിറ്റ് ഒന്നും തെറ്റാതെ നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. സപ്പോസ് നമ്മുടെ കയ്യിലുള്ള ഒരു ക്വസ്റ്റ്യനകത്ത് വോൾട്ടേജ് കണ്ടുപിടിക്കാനാണ്, മാക്സിമം വോൾട്ടേജ് കണ്ടുപിടിക്കാനാണ്, കറണ്ടും റെസിസ്റ്റൻസും തന്നിട്ടുണ്ട്. അപ്പം വോൾട്ടേജ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? V = I × R. സപ്പോസ് കറണ്ട് എന്ന് പറയുന്നത് 50 മില്ലി ആംപിയർ ആണെന്ന് ചെയ്യുക. 50 മില്ലി ആംപിയർ എന്ന് പറയുമ്പോൾ 50 × 10⁻³ അല്ലേ? സോ 50 × 10⁻³ ഇൻറ്റു അതേ ഇൻറ്റു 10 Ω. അപ്പൊ ഇൻറ്റു 10 ഞാൻ ചെയ്തു. അപ്പൊ എത്ര കിട്ടി എനിക്ക്? 0.5 കിട്ടി അല്ലേ? അപ്പൊ ഈ 0.5 എന്ന് പറയുന്നത് യൂണിറ്റ് എന്താണ്? വോൾട്ടിലാണ്. കാരണം മില്ലി ആംപിയറിനെ നമ്മൾ ആംപിയറിലാക്കി ഓമിൽ തന്നെയാണ് കിടക്കുന്നത്. അപ്പം ആംപിയർ ഇൻറ്റു ഓം എന്ന് പറയുമ്പോൾ വോൾട്ട്. അപ്പം നമുക്ക് 0.5 വോൾട്ട് കിട്ടി. എനിക്ക് ഇതിനെ എനിക്ക് മില്ലി വോൾട്ടിൽ അറിയണം. മില്ലി വോൾട്ട് എന്ന് പറയുമ്പം എങ്ങനെ ചെയ്യും നമ്മൾ? ഈ കാൽക്കുലേറ്ററിൽ ENG എന്ന് കണ്ടോ? ഇത് പ്രസ് ചെയ്യുക. ഇത് പ്രസ് ചെയ്യുമ്പോൾ കണ്ടോ 500 × 10⁻³ ഈ 10⁻³ മില്ലി ആയിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ എത്ര മില്ലി വോൾട്ട് ആണ്? 500 മില്ലി വോൾട്ട്. ഇനി അതെനിക്ക് മൈക്രോ വോൾട്ട് ആക്കണം. മൈക്രോ വോൾട്ട് ആക്കണമെങ്കിൽ വീണ്ടും ഈ ENG എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ആ ബട്ടൺ ഒന്നും കൂടെ പ്രസ് ചെയ്യുക. ഇപ്പൊ എത്ര കിട്ടി? 5 lakh മൈക്രോ വോൾട്ട് എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ അങ്ങനെ നമുക്ക് ഈ ENG ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. ഇനി സപ്പോസ് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് വന്നപ്പോഴത്തേക്കും 10⁻⁶ നിങ്ങൾക്ക് ഇങ്ങനെയാണ് കിട്ടിയെന്ന് വിചാരിക്കുക. പക്ഷേ ക്വസ്റ്റ്യനിൽ മില്ലി വോൾട്ട് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ മില്ലി ആവുമ്പോൾ ഇൻറ്റു എത്ര വേണം? 10⁻³ വേണ്ടേ? അപ്പൊ ഇതിനെ 10⁻³ എത്രയാണെന്ന് അറിയാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഷിഫ്റ്റ് പ്രസ് ചെയ്തതിന് ശേഷം ENG പ്രസ് ചെയ്യുക. അപ്പൊ അത് തിരിച്ച് താഴോട്ടുള്ള ഇതിലോട്ട് പോകും. അപ്പൊ ഇപ്പൊ എത്ര കിട്ടി നമുക്ക്? 500 മില്ലി വോൾട്ട്. അതായത് 500 × 10⁻³ 10⁻³ ആണ് മില്ലി വോൾട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് ഇത്രയാണ് ഈ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈ യൂണിറ്റ്സ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതി. ഓക്കെ.